ഇന്നുവരെ കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ക്രൂരവും ഏറ്റവും ഭീകരവുമായ ഒരു ഇടതുപക്ഷ ക്രൂരതയുടെ 29 വർഷം പിന്നിടുന്ന ഒരു ദിവസമാണിന്ന്. ഇന്നും ഈ പ്രദേശത്തുള്ള ആളുകളുടെ മനസ്സിൽ തളം കെട്ടി നിൽക്കുന്ന വേദന, ഇന്നും ഈ പമ്പ കോളേജിലെ പരുമലയിലെ പമ്പ കോളേജിന്റെ ഇടനാഴികളിൽ തളം കെട്ടി നിൽക്കുന്ന ആ വേദന വർഷങ്ങൾ കഴിഞ്ഞിട്ടും നമ്മുടെ മനസ്സിൽ നിന്ന് മായുന്നില്ല, മറയുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഇന്ന് ഈ വൈകുന്നേരം ഈ മാന്നാറിൽ വെച്ച് നടക്കുന്ന ഈ പരിപാടി. വർഷങ്ങൾക്ക് മുമ്പ് ദേശീയതയുടെ പതാകവാഹകരായി പമ്പ കോളേജിൽ പ്രവർത്തിച്ചിരുന്ന, ഭാവിയിൽ ഈ രാജ്യത്തെയും ഈ ദേശത്തെയും ഒക്കെ നയിക്കേണ്ട നേതാക്കന്മാരായും മികച്ച സാമൂഹിക പ്രവർത്തകരായും മറ്റുമൊക്കെ മാറേണ്ടിയിരുന്ന, ഈ സമൂഹത്തിന് വഴികാട്ടികളായിക്കൊണ്ട് ദേശീയതയുടെ പതാക വീണ്ടും വീണ്ടും ഉയരത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാൻ തയ്യാറായിക്കൊണ്ട് മുന്നിട്ട് വന്ന 3 ചെറുപ്പക്കാർ. ആ ചെറുപ്പക്കാരെ നിഷ്കരുണമായി ഈ പമ്പയാറ്റിന്റെ അടിയിലേക്ക് ഇഷ്ടിക കൊണ്ടും കല്ലുകൊണ്ടും എറിഞ്ഞുകൊണ്ട്, വടികൾ കൊണ്ട് അടിച്ചുകൊണ്ട്, ഒരിറ്റ് ശ്വാസം പോലും കിട്ടാത്ത രീതിയിൽ ജലസമാധി അടയിക്കേണ്ട അവസ്ഥയിലേക്ക് തള്ളിവിട്ട CPM ക്രൂരതയുടെ 29 വർഷങ്ങളാണ് പിന്നിട്ടത്. ഈ 29 വർഷങ്ങൾ പിന്നിടുമ്പോഴും നമ്മുടെ എല്ലാം മനസ്സിൽ ഈ രാജ്യത്തിന് വേണ്ടിയിട്ട്, ഈ ദേശത്തിന് വേണ്ടിയിട്ട്, ഈ പ്രസ്ഥാനം വിശ്വസിക്കുന്ന ദേശീയത എന്ന് പറയുന്ന ആശയത്തിന് വേണ്ടിയിട്ട് സ്വന്തം ജീവൻ ബലിയർപ്പിച്ച ആ 3 ബലിദാനികൾക്ക് ഇന്ന് ഈ പരുമല മാത്രമല്ല, ആലപ്പുഴ ജില്ല മാത്രമല്ല, ഇന്ന് കേരളം മാത്രമല്ല, ഇന്ന് രാജ്യം മുഴുവൻ അവരുടെ മുമ്പിൽ തല കുനിച്ചുകൊണ്ട് അവർക്ക് ബാഷ്പാഞ്ജലികൾ അർപ്പിക്കുകയാണ് ഇന്നത്തെ ദിവസം. കാരണം അന്ന് ആ പമ്പയാറ്റിൽ വെച്ച് നഷ്ടപ്പെട്ടത് ദേശീയതയുടെ പതാകവാഹകരായിട്ടുള്ള 3 യുവ വിദ്യാർത്ഥികളെ മാത്രമല്ല, അന്ന് നഷ്ടപ്പെട്ടത് നമ്മുടെ പ്രസ്ഥാനത്തിന് പിന്നീട് നയിക്കേണ്ടിയിരുന്ന 3 മികച്ച നേതാക്കന്മാരെ കൂടിയായിരുന്നു. ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയും സംഘപ്രസ്ഥാനങ്ങളും ദേശീയതയുടെ പതാകയും ഏന്തിക്കൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ അതിന്റെ മുൻനിരയിൽ നിന്ന് നയിക്കേണ്ടിയിരുന്ന 3 പേരെയാണെന്ന് നമുക്ക് നഷ്ടമായത്. നമ്മളെ സംബന്ധിച്ച് എത്ര മറക്കാൻ ശ്രമിച്ചാലും, ഇവിടുത്തെ ഇടതുപക്ഷവും കോൺഗ്രസും ചേർന്ന് ചരിത്രത്തിന്റെ താളുകളിൽ നിന്ന് എത്ര മായ്ക്കാൻ ശ്രമിച്ചാലും അത് നടക്കാത്ത ഒരു സംഭവമാണ് 29 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ നാട്ടിൽ സംഭവിച്ചത്. ഇവിടെ വളരെ വിശദമായി അന്ന് സംഭവിച്ച സംഭവങ്ങളെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും അധ്യക്ഷ പ്രസംഗത്തിലും സ്വാഗത പ്രസംഗത്തിലും പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ സന്ദീപ് സൂചിപ്പിച്ചു, ആശയം കൊണ്ട് നേരിടാൻ സാധിക്കുന്നില്ല എങ്കിൽ ഉന്മൂലനം കൊണ്ട് നേരിടുക എന്ന രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന കൈപ്പിടിയിലുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇടതുപക്ഷം. അതിന് കേരളത്തിൽ മാത്രമല്ല, ഇടതുപക്ഷം എവിടെയെല്ലാം അധികാരത്തിൽ വന്നിട്ടുണ്ടോ, എവിടെയെല്ലാം കമ്മ്യൂണിസം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രം അധികാരത്തിൽ വന്നിട്ടുണ്ടോ, അവിടെയെല്ലാം ഉന്മൂലനം എന്ന രാഷ്ട്രീയ ആശയം, ക്രൂരതയുടെ രാഷ്ട്രീയം മാത്രം കൈപിടിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ഇടതുപക്ഷ സർക്കാരുകളും കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളും മുമ്പോട്ട് പോയിട്ടുള്ളത്. ലോക പ്രശസ്തമായ ഒരു പുസ്തകമുണ്ട്, അതിന്റെ പേര് ദ ബ്ലാക്ക് ബുക്ക് ഓഫ് കമ്മ്യൂണിസം എന്നാണ്. ദ ബ്ലാക്ക് ബുക്ക് ഓഫ് കമ്മ്യൂണിസം എന്ന പുസ്തകം സ്റ്റെഫനി കുർത്തോസ് എന്ന് പറയുന്ന ഒരു ഗവേഷക ഹാർവാർഡ് യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ച ദ ബ്ലാക്ക് ബുക്ക് ഓഫ് കമ്മ്യൂണിസം എന്ന് പറയുന്ന പുസ്തകത്തിൽ അക്കമിട്ട് നിരത്തിയിട്ടുണ്ട്. എന്ന് മുതൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ലോകത്തുണ്ടായിട്ടുണ്ടോ, ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഭരിക്കുന്ന സർക്കാരുകളും കാരണം മരിച്ച ആളുകളുടെ, ജീവൻ നഷ്ടമായ വ്യക്തികളുടെ കണക്കുകൾ അക്കമിട്ട് നിരത്തിയിട്ടുണ്ട് ബ്ലാക്ക് ബുക്ക് ഓഫ് കമ്മ്യൂണിസം എന്ന് പറയുന്ന പുസ്തകത്തിൽ. അതില് സ്റ്റെഫനി കുർത്തോസ് അടക്കമുള്ളവർ എഴുതിയിരിക്കുന്നത്, കമ്മ്യൂണിസ്റ്റ് ഭരണം കാരണം
കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കാരണം ജീവിതം നഷ്ടപ്പെട്ടത് ഏകദേശം 9.5 കോടി ആളുകൾക്കാണ് ലോകത്തിൽ ഒട്ടാകെ. 9.5 കോടി ആളുകൾ. നമുക്കറിയാം, നമ്മുടെ തൊട്ടടുത്തുള്ള സംസ്ഥാനമായ തമിഴ്നാടിന്റെ ജനസംഖ്യ പോലും 7.5 കോടി മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് നമ്മൾ ഓർക്കേണ്ടത്, തൊട്ടടുത്തുള്ള തമിഴ്നാടിനേക്കാളും അല്ലെങ്കിൽ നമ്മുടെ കൊച്ചു കേരളത്തിന്റെ 3 ഇരട്ടി ജനസംഖ്യയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളും കൊന്നൊടുക്കിയിട്ടുള്ളത് എന്ന് ഗവേഷകന്മാരാണ് എഴുതി വെച്ചിട്ടുള്ളത്. ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം. നേരത്തെ ഇവിടെ പറഞ്ഞു, സംഘപ്രസ്ഥാനങ്ങളുടെ ആദ്യത്തെ ബലിദാനിയായിട്ടുള്ള, കേരളത്തിലെ ആദ്യത്തെ ബലിദാനിയായിട്ടുള്ള വാടിക്കൽ രാമകൃഷ്ണൻ മുതൽ ഇങ്ങോട്ട് പ്രിയപ്പെട്ട അനുവും സുജിത്തും കിം കരുണാകരനും അടക്കമുള്ള നിരവധി ബലിദാനികളടക്കം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ കാരണം ജീവൻ നഷ്ടപ്പെട്ടത് 9.5 കോടി ആളുകൾക്കാണ് ഇന്ന് ലോകത്ത്. കാരണം കമ്മ്യൂണിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്രൂരതയുടെ മറ്റൊരു പതിപ്പാണ്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ മനസ്സിലുള്ള ക്രൂരതയുടെ കഥകൾ പോലും ഇന്ന് ഒരു എക്സ് കമ്മ്യൂണിസ്റ്റുകാരൻ അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി കമ്മ്യൂണിസ്റ്റുകാരനായി മാറിക്കഴിഞ്ഞാൽ അയാളുടെ മനസ്സിലേക്ക് കുത്തിവെക്കുന്ന ആശയം, കുത്തിവെക്കുന്ന ക്രൂരതയുടെ അളവ്, കുത്തിവെക്കുന്ന ഭീകരതയുടെ അളവ് എത്രത്തോളം ഉണ്ട് എന്ന് ആ ഒരൊറ്റ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ആ കാര്യങ്ങൾ മാത്രം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. അങ്ങനെയുള്ള ഒരു വ്യക്തി നയിക്കുന്ന കേരളമാണ് ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കമുള്ള CPM-ന്റെ ഓരോ നേതാക്കന്മാരും അങ്ങനെ ഒരു ക്രൂരതയുടെ ആശയം പേറി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ ആ ജീവിതം നയിച്ച വ്യക്തികളാണ്. നമുക്കറിയാം, നമ്മളെ പോലെ ഓരോ പ്രസ്ഥാനത്തും ഈ ഭാരതീയ ജനതാ പാർട്ടിയിലും സംഘപ്രസ്ഥാനത്തിലും പ്രവർത്തിക്കുന്ന പ്രവർത്തകർ നമ്മളെല്ലാം ചെറുപ്പം മുതലേ പഠിപ്പിക്കുന്നത് സ്വന്തം രാജ്യത്തെ സ്നേഹിക്കുക, സ്വന്തം രാജ്യത്തെ മാതാവായി കരുതി ആദരിക്കുക, സ്വന്തം രാജ്യത്തെ ഓരോ മനുഷ്യനെയും സ്വന്തം സഹോദരനും സഹോദരിയുമായി കണ്ടുകൊണ്ട് സ്നേഹിക്കുക, ആദരിക്കുക എന്നാണ് നമ്മുടെ പ്രസ്ഥാനം നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നാൽ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ, കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ മുമ്പോട്ട് വെക്കുന്ന പ്രസ്ഥാനങ്ങൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അവർ പഠിപ്പിക്കുന്നത് തന്റെ അയൽക്കാരനെ തന്റെ ആശയമല്ല പേരുന്നതെങ്കിൽ ക്രൂരമായി ഉന്മൂലനം ചെയ്യാനാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്നത്. ഇതാണ് ദേശീയതയുടെ പതാകവാരായിട്ടുള്ള നമ്മളെ പോലുള്ളവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. നമ്മളത് നിരവധി തവണ കണ്ടു. പരമ്പരയിൽ നടന്ന സംഭവം മാത്രമല്ല, വാടിക്കൽ രാമകൃഷ്ണന്റെ വിഷയം മാത്രമല്ല, അന്ന് മുതൽ ഇങ്ങോട്ട് നിരവധി സംഭവങ്ങൾ, നിരവധി ബലിദാനികൾ ഇന്ന് കേരളത്തിലുണ്ടായി. എനിക്ക് തോന്നുന്നു കേരളം മുഴുവൻ, ഭാരതം മുഴുവൻ നോക്കുമ്പോൾ ഏറ്റവും അധികം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക്, കമ്മ്യൂണിസ്റ്റ് ആശയത്തിന് ബലിദാനികളെ നൽകേണ്ടി വന്നൊരു പ്രസ്ഥാനം കേരളത്തിലെ പ്രസ്ഥാനമാണ്. ഞാൻ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്യുമ്പോഴെല്ലാം, മറ്റ് സംസ്ഥാനങ്ങളിൽ പോകുമ്പോഴെല്ലാം വളരെ ആദരവോടുകൂടിയാണ് ആ സംസ്ഥാനത്തെ പ്രവർത്തകർ കേരളത്തിൽ നിന്ന് വരുന്ന പ്രവർത്തകനാണെന്ന് പറയുമ്പോൾ എന്നെ നോക്കി കാണുന്നത്. അത് എന്നോടുള്ള ആദരവല്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുതൽ ഏതൊരു സംസ്ഥാനത്തിലെ ഓരോ ചെറിയ പ്രവർത്തകൻ പോലും കേരളത്തിലെ പ്രസ്ഥാനത്തോടും കേരളത്തിലെ പ്രവർത്തകരോടും കാണിക്കുന്ന ആദരവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ബലിദാനികളോടുള്ള ആദരവാണ്. നമ്മുടെ ആശയത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ പ്രത്യയശാസ്ത്രത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് സ്വന്തം ജീവൻ ബലികൽപ്പിച്ച ആ ബലിദാനികളോടുള്ള ആദരവാണ് ഇന്ന് ലോകം മുഴുവൻ, ഭാരതം മുഴുവൻ നമ്മളോട് കാണിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വലിയ ബാധ്യത കൂടി ഓരോ ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകനും ഓരോ സംഘപ്രസ്ഥാനത്തിലെ പ്രവർത്തകന്റെ മുകളിലും ചുമലിലുമുണ്ട് എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം നമ്മൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ ആശയത്തിന് വേണ്ടിയിട്ട് ഈ കേരളത്തില് നമ്മുടെ പ്രസ്ഥാനം മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ജീവൻ ബലിയർപ്പിച്ച നിരവധി ബലിദാനികൾ കേരളത്തിലുണ്ട്. അവർ ചെയ്ത ജീവത്യാഗം, അവർ നൽകിയ ബലിദാനം, ആ ബലിദാനത്തിന്റെ ഒരു വലിയ കടമയും ഒരു ചുമതലയും നമ്മുടെ ഓരോരുത്തരുടെയും ചുമതലകളുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ കുറിച്ച് ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ആശയത്തില് ക്രൂരത എന്ന് പറയുന്ന
ഒരാശയം അവരുടെ ആശയവുമായി ഇണങ്ങിക്കഴിഞ്ഞുന്ന ഒരാശയമാണ് ക്രൂരത. നമുക്കറിയാം, ഈ ക്രൂരത എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ ഉന്മൂലനം ചെയ്യുന്ന കാര്യത്തിൽ മാത്രമല്ല, ഇന്ന് കേരളത്തിലെ വർത്തമാന രാഷ്ട്രീയത്തില്, കേരളത്തിലെ വർത്തമാന സാഹചര്യത്തില് നമ്മൾ ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കിയാലും ആ കമ്മ്യൂണിസ്റ്റുകാരുടെ മനസ്സിൽ അന്ന് നേരത്തെ സന്ദീപ് ജി പറഞ്ഞതുപോലെ ശ്രീമാൻ പിണറായി വിജയനെ കുറിച്ച് ശ്രീ അബ്ദുള്ളക്കുട്ടി എഴുതി വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും പോലെ അതേ ക്രൂരതയോടുകൂടി കേരളത്തിലെ ഓരോ മനുഷ്യനോടുകൂടി പെരുമാറുന്ന ഒരു പ്രസ്ഥാനമാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ തിരുവനന്തപുരത്ത് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുന്ന വഴിക്ക് ഓണത്തിന് തൊട്ട് മുമ്പ് സെക്രട്ടേറിയറ്റിന് മുമ്പ് ഇന്നും സമരത്തിലിരിക്കുന്ന ആശാ വർക്കർമാരെ കാണുകയുണ്ടായി. നമുക്കറിയാം, എത്രയോ മാസങ്ങളായിട്ട് 100, 200, 250 രൂപ കൂട്ടിക്കൊടുക്ക തങ്ങളുടെ സാലറിയിൽ നിന്ന് കൂട്ടിത്തരാൻ ആവശ്യപ്പെട്ടുകൊണ്ട് പിണറായി വിജയൻ സർക്കാരിന്റെ മുമ്പ്, പിണറായി വിജയൻ എന്ന് പറയുന്ന ധാർഷ്ട്യമുള്ള മുഖ്യമന്ത്രിയുടെ മുമ്പ് കെഞ്ചി കേടുകൊണ്ട് സമരത്തിലിരിക്കുകയാണ് ആശാ വർക്കർമാരായിട്ടുള്ള നമ്മുടെ സഹോദരിമാർ. നിങ്ങളൊന്ന് ആലോചിക്കണം, മനസ്സ് കല്ലാക്കിയിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിക്ക് മാത്രമല്ലേ ആ അമ്മമാരുടെ സഹോദരിമാരുടെ വേദന കാണാതിരിക്കാൻ സാധിക്കൂ. കഴിഞ്ഞ ഓണം പോലും ആ സഹോദരിമാര് സ്വന്തം വീട്ടിലല്ല ഓണം ആഘോഷിച്ചത്, മറിച്ച് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഇരുന്നുകൊണ്ട് തങ്ങളെ കൊണ്ടാവാവുന്ന രീതിയിൽ സദ്യ ഉണ്ടാക്കി കഴിച്ചുകൊണ്ടാണ് ഈ കഴിഞ്ഞ ഓണം പോലും ആശാ വർക്കർമാരായിട്ടുള്ള സഹോദരിമാർ ചെലവഴിച്ചത്, ഈ തവണത്തെ ഓണം പോലും ആഘോഷിച്ചത്. എന്നിട്ട് പോലും കണ്ണടച്ചൊരു സർക്കാർ. നേരത്തെ ഇവിടെ സന്ദീപ് ജി പറഞ്ഞതുപോലെ പരിമലയിലെ സംഭവം ഉണ്ടായപ്പോൾ അതിനെ പുച്ഛിച്ചു തള്ളിയ അതേ ഇടതുപക്ഷത്തിന്റെ മനോഭാവമാണ് ഇന്നും സെക്രട്ടേറിയറ്റിന് മുമ്പിൽ മുട്ടിലെഴിയുന്ന PSC ഉദ്യോഗാർത്ഥികളെ കാണുമ്പോൾ പുച്ഛിച്ചു തള്ളുന്ന പിണറായി വിജയനും പിണറായി വിജയന്റെ സർക്കാരിനും ഉള്ളത്. അന്ന് പരിമല സംഭവത്തിൽ എങ്ങനെയാണോ ആ സംഭവത്തെ പുച്ഛിച്ച് തള്ളിയത്, അതേ മനോഭാവത്തോടു കൂടിയാണ് ഇന്നും പിണറായി വിജയനും പിണറായി വിജയന്റെ സർക്കാരും ആശാ വർക്കർമാരെ നേരെ നോക്കിക്കൊണ്ട് ഇന്നും പുച്ഛിച്ച് ചിരിക്കുന്നത്. മനസ്സിൽ ക്രൂരതയുള്ളവർക്ക് മാത്രമേ ഇങ്ങനെ പെരുമാറാൻ സാധിക്കുകയുള്ളൂ. മനസ്സിൽ ക്രൂരതയുള്ളവർക്ക് മാത്രമേ ഇത്രയും നിഷ്ഠൂരമായി കേരളത്തിലെ ജനങ്ങളോട് പെരുമാറാൻ സാധിക്കുകയുള്ളൂ. എന്നിട്ട് നമുക്കെല്ലാം ഓർമ്മയുണ്ട്, 2019 എന്ന് പറയുന്ന വർഷം കേരളത്തിലെ ഓരോ അയ്യപ്പ ഭക്തന്റെയും ഓരോ വിശ്വാസികളെയും ക്രൂരമായി പരിഹസിച്ച, ക്രൂരമായി ആക്രമിച്ച, ക്രൂരമായി നേരിട്ട ഒരു പിണറായി വിജയൻ സർക്കാർ നമ്മുടെ എല്ലാം മനസ്സിൽ, നമ്മുടെ മനോമണ്ഡലത്തിൽ കൃത്യമായി ഓർമ്മയുണ്ട് ആ ദിവസത്തെ ചിത്രങ്ങൾ, ആ ദിവസങ്ങളിലെ ചിത്രങ്ങൾ. നമ്മുടെ അമ്മമാർ, നമ്മുടെ സഹോദരിമാർ സമരവുമായി നിരത്തുകളിലായിരുന്നു. നമ്മുടെ നിരവധി സഹോദരങ്ങളെ പോലീസുകാർ അടിച്ചു, പോലീസുകാർ ജയിലിലിട്ടു. ഇന്നും നിരവധി ആളുകളുടെ മുകളിൽ കേസുകളാണ്. എന്നിട്ടും ഒരു നാണവുമില്ലാതെ, ഒരു ഉളുപ്പുമില്ലാതെ അതേ മനസ്സിലെ ക്രൂരത ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് ഇപ്പോൾ അയ്യപ്പ സംഗമം നടത്താൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് ഇതേ പിണറായി വിജയൻ സർക്കാർ. ഒന്ന് ആലോചിച്ച് നോക്കണം, എന്തൊരു വിരോധാഭാസമാണ്. ഒരു സമയത്ത് ഇതേ അയ്യപ്പ വിശ്വാസികളെ പരിഹസിച്ചും ക്രൂരമായി ശിക്ഷിച്ചുകൊണ്ടും പൂങ്കാവനം കളങ്കപ്പെടുത്താൻ ശ്രമിച്ച അതേ പിണറായി വിജയനാണ് ഇന്ന് അയ്യപ്പ സംഗമം നടത്താൻ വേണ്ടിയിട്ട് പരിപാടിയുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അധികാരത്തിലെത്താൻ വേണ്ടിയിട്ട് എന്ത് ക്രൂരതയും ചെയ്യുക മാത്രമല്ല, ഏതറ്റം വരെയും പോകാൻ വേണ്ടിയിട്ട് ഒരു ഉളുപ്പുമില്ലാതെ, ഒരു നാണവുമില്ലാതെ ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ് തങ്ങൾ എന്നുകൂടി തെളിയിക്കുകയാണ് ശ്രീമാൻ പിണറായി വിജയനും കൂട്ടരും. ക്രൂരതയുടെ അങ്ങേയറ്റത്തെ ലക്ഷണമല്ലേ അയ്യപ്പ ഭക്തന്മാരുടെ കേസുകൾ പോലും പിൻവലിക്കാതെ, നിരവധി ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർക്ക് നേരെയുള്ള പോലീസിന്റെ കേസുകൾ പോലും പിൻവലിക്കാതെ അയ്യപ്പ സംഗമം നടത്തുന്നത് ഈ പിണറായി വിജയൻ സർക്കാരിന്റെ അതേ ക്രൂരതയല്ലേ? അന്ന് പരിമലയിൽ കാട്ടിയ അതേ ക്രൂരത തന്നെയാണ് ഇന്നും അയ്യപ്പ ഭക്തന്മാരെ കളിയാക്കിക്കൊണ്ടും പരിഹസിച്ചുകൊണ്ടും ഈ അയ്യപ്പ സംഗമം നടത്തിക്കൊണ്ട് ശ്രീമാൻ പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവരുടെ രക്തത്തിൽ അലിഞ്ഞിട്ടുള്ളതാണ് ആ ക്രൂരത, രക്തത്തിൽ അലിഞ്ഞിട്ടുള്ളതാണ് ജനങ്ങളോടുള്ള ക്രൂരത. കാരണം അവരെ സംബന്ധിച്ച് അധികാരത്തിൽ വരാൻ,
ഉന്മൂലനത്തിന്റെ രാഷ്ട്രീയമായിക്കൊള്ളട്ടെ, ക്രൂരതയുടെ രാഷ്ട്രീയമായിക്കൊള്ളട്ടെ, അനാസ്ഥയുടെ രാഷ്ട്രീയമായിക്കൊള്ളട്ടെ, അവഗണനയുടെ രാഷ്ട്രീയമായിക്കൊള്ളട്ടെ, എന്ത് ചെയ്തിട്ടാണെങ്കിലും അധികാരത്തിൽ വരാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കൂട്ടത്തിൽ ഒരു പ്രസ്ഥാനവുമാണ് ഇടതുപക്ഷം. ഇന്ന് കേരളം നേരിടുന്ന ഓരോ പ്രശ്നങ്ങൾക്ക് നേരെയും കണ്ണടച്ചുകൊണ്ട് എത്ര ക്രൂരമായിട്ടാണ് ശ്രീമാൻ പിണറായി വിജയൻ കൈകാര്യം ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മുടെയൊക്കെ നാട്ടില് ഏറ്റവും അധികം നേരിടുന്ന ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചെറുപ്പക്കാർക്ക് തൊഴിലില്ല എന്നുള്ളൊരു പ്രശ്നമാണ്. എന്നെ പലപ്പോഴും പല രാജ്യങ്ങളിൽ നിന്നും പണ്ട് യുവമോർച്ചയിലും ABVP-യിലും ഒക്കെ പ്രവർത്തിച്ചിരുന്ന പല നമ്മുടെ പ്രവർത്തകരും വിളിക്കാറുണ്ട്. എനിക്ക് പരിചയമുള്ള എന്റെ ബന്ധുക്കളായിട്ടുള്ള പല ചെറുപ്പക്കാരും വിളിക്കാറുണ്ട്. ഇവരെല്ലാം വളരെ വിഷമത്തോടുകൂടി പറയുന്നത്, ചേട്ടാ, ഞങ്ങളിപ്പോൾ കാനഡയിലാണ്, ഞങ്ങളിപ്പോൾ യൂറോപ്പിലെ ഒരു രാഷ്ട്രത്തിലാണ്, ഞങ്ങൾ ഇന്ന സ്ഥലത്താണ്, ഞങ്ങൾ ഇവിടെ 1 ലക്ഷം രൂപയ്ക്കും 1.5 ലക്ഷം രൂപയ്ക്കും വേണ്ടി ജോലി എടുത്തുകൊണ്ട് 1 രൂപ പോലും മിച്ചം പിടിക്കാൻ സാധിക്കാതെ ഇവിടെ ഡയപ്പർ മാറ്റുന്ന തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് വളരെ വിഷമത്തോട് വിളിച്ചു പറയുന്ന നിരവധി ചെറുപ്പക്കാരുള്ള ഒരു മേഖലയാണ് നമ്മുടേത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത്? കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശ്രീമാൻ പിണറായി വിജയൻ സർക്കാരിന്റെയും ഇടതുപക്ഷത്തിന്റെയും രാഷ്ട്രീയ ആശയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധികാരത്തിൽ കടിച്ചു തൂങ്ങി കിടക്കാൻ വേണ്ടിയിട്ട് ചെയ്യാവുന്നതെല്ലാം ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ഇവിടുത്തെ കേരളത്തിലെ സാധാരണക്കാരായ ആളുകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് നേരെ ക്രൂരമായി കണ്ണടക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഉദാഹരണമല്ലേ നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇങ്ങനെ നാടുവിടേണ്ടി വരുന്നത്. ഇപ്പോൾ ഈ പത്തനംതിട്ട ജില്ലയിലും മറ്റുമൊക്കെ പോയി കഴിഞ്ഞാൽ ഏറ്റവും അധികം ഭവനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രായമായ അമ്മമാരും അച്ഛന്മാരും മാത്രമുള്ള വീടുകളാണ്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു സാഹചര്യം കേരളത്തിലുണ്ടായത്? ഇങ്ങനെ ഒരു സാഹചര്യം കേരളത്തിലുണ്ടായത് ശ്രീമാൻ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ആ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ രാഷ്ട്രീയം, ക്രൂരമായ രാഷ്ട്രീയം ഒന്നുകൊണ്ട് മാത്രമാണ്. നമുക്കറിയാം, ഇന്ന് കേരളത്തിൽ ഒരു വ്യവസായി വന്ന് ഒരൽപ്പം പൈസ ചെലവാക്കി അവൻ ലോൺ എടുത്തിട്ടാണെങ്കിലും 5 പേർക്ക് 10 പേർക്ക് തൊഴിൽ കൊടുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു പ്രസ്ഥാനം തുടങ്ങിക്കഴിഞ്ഞാൽ, ഒരു വ്യവസായശാല തുടങ്ങിക്കഴിഞ്ഞാൽ ഉടനെ വരും ചെങ്കൊടിയും ഏന്തിക്കൊണ്ട് ഒരു കൂട്ടം ആളുകൾ അവന്റെ വ്യവസായം അടച്ചുപൂട്ടിക്കാൻ, അവന്റെ പ്രസ്ഥാനം അടച്ചുപൂട്ടിക്കാൻ. കാരണം ഇത് ആ പ്രസ്ഥാനത്തിന്റെ DNA-യിലുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ പ്രസ്ഥാനത്തിന്, ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് DNA-യിലുള്ളതാണ്. അവന് വികസനമല്ല വേണ്ടത്, അവന് വ്യവസായമല്ല വേണ്ടത്, അവന് തൊഴിൽ കൊടുക്കുകയല്ല വേണ്ടത്. അവന് വേണ്ടത് കേരളത്തിലെ ജനങ്ങളെ എങ്ങനെയും പീഡിപ്പിക്കുന്ന ക്രൂരമായ തങ്ങളുടെ രാഷ്ട്രീയം മുമ്പോട്ട് കൊണ്ടുപോകണം. ഇത് മാത്രമാണ് ഒരു ശരാശരി ഇടതുപക്ഷക്കാരന്റെ മനസ്സിലുള്ളത്. അതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ ചെറുപ്പക്കാർക്ക് നാട് വിട്ട് വിദേശ രാജ്യങ്ങളിൽ പോയി 1 രൂപ പോലും മിച്ചം പിടിക്കാതെ, തന്റെ വീട്ടിലുള്ള അച്ഛനും അമ്മയ്ക്കും മരുന്നിനുള്ള പൈസ പോലും അയച്ചു കൊടുക്കാൻ സാധിക്കാതെ, പ്രായമായ അച്ഛനും അമ്മയും ഒറ്റയ്ക്ക് വിട്ടുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയി ഡയപ്പർ മാറ്റേണ്ട ജോലി ചെയ്യേണ്ട അവസ്ഥ ഇന്ന് കേരളത്തിൽ ഉണ്ടാക്കിയത് നേരത്തെ പറഞ്ഞ ഈ ക്രൂരമായ രാഷ്ട്രീയം കൊണ്ടാണ്. കാരണം ഈ പ്രസ്ഥാനം, ഇടതുപക്ഷം എന്ന് പറയുന്ന പ്രസ്ഥാനം, ഉന്മൂലനത്തിന്റെ രാഷ്ട്രീയമായിരുന്നു മുമ്പ് ചെയ്തിരുന്നതെങ്കിൽ ഇന്ന് സമസ്ത മേഖലയെയും കൊന്നൊടുക്കുന്ന അതേ രാഷ്ട്രീയം തന്നെയാണ് ഇന്ന് പിണറായി വിജയൻ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അന്ന് മനുഷ്യനെ ഉന്മൂലനം ചെയ്യുകയായിരുന്നു രാഷ്ട്രീയമെങ്കിൽ ഇന്ന് സമസ്ത മേഖലകളെ കൊന്നൊടുക്കുക എന്നുള്ള രാഷ്ട്രീയമാണ് പിണറായി വിജയനും കൂട്ടരും മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഏത് മേഖല എടുത്തു നോക്കിക്കഴിഞ്ഞാലും നമ്മൾ കണ്ടതാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ബിന്ദു എന്ന് പറയുന്ന ഒരു സാധാരണക്കാരി വീട്ടമ്മ തന്റെ വീട്ടിൽ നിന്ന് കുടുംബത്തോട് വൈകുന്നേരം കാണാമെന്ന് പറഞ്ഞ് തിരിച്ചു വന്നിട്ട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാമെന്ന് ഉറപ്പ് കൊടുത്തിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് പോയതാണ്, ഡോക്ടറെ കാണാൻ വേണ്ടി പോയതാണ്. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? ആ മെഡിക്കൽ കോളേജിന്റെ കെട്ടിടം ഇടിഞ്ഞു വീണ് നമ്മുടെയൊക്കെ മുമ്പിലിരിക്കുന്ന അമ്മമാരുടെ പ്രായമുള്ള ആ ബിന്ദു എന്ന് പറയുന്ന സാധാരണക്കാരിയ സ്ത്രീ മരിച്ചത്. പക്ഷെ ഓർക്കണം, ആ മരിച്ചതിന് ശേഷവും ഇവിടുത്തെ പിണറായി വിജയൻ സർക്കാരിന്റെ മന്ത്രിമാർ എങ്ങനെയാണ് പെരുമാറിയത്? 2 മണിക്കൂർ നേരം ആ സ്ത്രീയെ, പാവം പിടിച്ച ബിന്ദു എന്ന് പറയുന്ന സ്ത്രീ, ആ വീട്ടമ്മയെ ആ കെട്ടിടത്തിന് താഴെ, പൊളിഞ്ഞു വീണ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്ക് താഴെ മരിക്കാൻ വേണ്ടി വിട്ടുകൊടുത്ത ക്രൂരരായ മന്ത്രിമാരാണ് ഇന്ന് പിണറായി വിജയൻ സർക്കാരിലുള്ളത്. ഇവിടുത്തെ ആരോഗ്യരംഗം നമുക്കറിയാം.
പിണറായി വിജയൻ സർക്കാരിന്റെ തന്നെ കീഴിലുള്ള ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥർ, ഡോക്ടർമാർ വരെ പുറത്തു വന്ന് പറഞ്ഞു തുടങ്ങി, ചികിത്സിക്കാനുള്ള പഞ്ഞി പോലും വേണമെന്നുണ്ടെങ്കിൽ സാധാരണക്കാരൻ സ്വയം കരുതിക്കോണം. ചികിത്സിക്കാനുള്ള പഞ്ഞി പോലും വാങ്ങിക്കാൻ പൈസ ഇല്ലാത്ത രീതിയിൽ ആരോഗ്യ രംഗത്തെ കൊന്നൊടുക്കിയ പിണറായി വിജയൻ സർക്കാർ സമസ്ത മേഖലകളിൽ, കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗമായിക്കൊള്ളട്ടെ, ആരോഗ്യ രംഗമായിക്കൊള്ളട്ടെ, തൊഴിൽ രംഗമായിക്കൊള്ളട്ടെ, വ്യാവസായിക രംഗമായിക്കൊള്ളട്ടെ, ഓരോ മേഖലയും വളരെയധികം കൃത്യമായി ആശയദാരിദ്ര്യത്തോടു കൂടി കൊന്നൊടുക്കിയ ഒരു സർക്കാരാണ് പിണറായി വിജയന്റെ കഴിഞ്ഞ 9.5 വർഷം പിന്നിട്ട ഈ ഇടതുപക്ഷ സർക്കാർ. അതിന് ഒത്താശ പിടിച്ചു കൊടുക്കുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇവിടുത്തെ കോൺഗ്രസുകാരും. കഴിഞ്ഞ ദിവസം ഇവിടെ തൊട്ടടുത്ത് ശാസ്താംകോട്ട എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സംഭവം ഉണ്ടായി. ശാസ്താംകോട്ടയിലെ സംഭവം നമ്മളെല്ലാം കണ്ടതാണ്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയ ഒരു ഓണപ്പൂക്കളം ഇട്ടതിന് ഒരു സൈനികനടക്കമുള്ള 21 ദേശസ്നേഹികൾക്കെതിരെ പിണറായി വിജയന്റെ സർക്കാർ, പിണറായി വിജയന്റെ പോലീസ് കേസെടുത്തു. ഒന്ന് ആലോചിക്കണം, ഭാരതത്തിലെ 26 സാധാരണക്കാരെ മതം ചോദിച്ച് കൊന്നൊടുക്കിയ പെഹൽഗാമിലെ തീവ്രവാദികളെ അവരുടെ രാഷ്ട്രത്തിൽ പോയി, അവരുടെ നാട്ടിൽ പോയി, പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിന്റെ നെഞ്ചിൽ പോയി ആക്രമിച്ചില്ലാതാക്കി ചുട്ട മറുപടി കൊടുത്ത ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ഓരോ ഭാരതീയന്റെയും അഭിമാനമായ ഓപ്പറേഷൻ സിന്ദൂറിന്റെ പേരിൽ ഒരു ഓണപ്പൂക്കളം ഇട്ടപ്പോൾ ഇവിടുത്തെ പിണറായി വിജയൻ സർക്കാരിന് ഇഷ്ടപ്പെട്ടില്ല, പോലീസുകാർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഒന്ന് ആലോചിക്കണം, ഇവിടെ പരുമലയിലെ ഈ സംഭവം നടന്നപ്പോഴും നമ്മളൊന്നും മറക്കരുത്, അന്ന് ആ പിണറായി വിജയൻ സർക്കാരും അന്ന് ഇടതുപക്ഷത്തിന്റെ അന്നത്തെ സർക്കാരും അന്ന് CPM എന്ന് പറയുന്ന പാർട്ടിയും ചേർന്ന നമ്മുടെ 3 യുവ പ്രവർത്തകരെ കൊന്നൊടുക്കിയപ്പോൾ അവർക്ക് ഒത്താശ പിടിച്ചു കൊടുത്തത് ഇവിടുത്തെ കേരള പോലീസിലെ ഒരു വിഭാഗം ആളുകളായിരുന്നു. അതുകൊണ്ടാണ് നേരത്തെ സന്ദീപ് ജി ഇവിടെ പറഞ്ഞതുപോലെ കൃത്യമായ വിധി പറയാൻ പോലും ന്യായാധീശന് സാധിക്കാതെ പോയത്. കാരണം അന്ന് ഒത്താശ ചെയ്തു കൊടുത്തത്, അവരെ കൊലയ്ക്ക് വിട്ടുകൊടുത്തത് ഇവിടുത്തെ പോലീസിലെ ഒരു വിഭാഗമായിരുന്നു. അതേ പോലീസിലെ വിഭാഗം ഇന്നും പോലീസിലുണ്ട്. ആ വിഭാഗമാണ് കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന പൂക്കളം ഇട്ടപ്പോൾ അത് മായ്ച്ചു കളയണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ 21 ദേശസ്നേഹികളെ, സർവീസിലിരിക്കുന്ന ഒരു പട്ടാളക്കാരനടക്കം, ആ പട്ടാളക്കാരനടക്കമുള്ള 21 ദേശസ്നേഹികൾക്കെതിരെ കുറ്റം ചാർത്തിയത്, കുറ്റം ചുമത്തിയത്. എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ പോലീസുകാരോട് കൂടിയാണ്. നേരത്തെ പറഞ്ഞു, ഇവിടുത്തെ പിണറായി വിജയൻ സർക്കാർ 9 വർഷം പിന്നിട്ടു. 9 വർഷം പിന്നിട്ട പിണറായി വിജയൻ സർക്കാരിന്റെ ആ ധാർഷ്ട്യത്തോടും അഹങ്കാര ഹുങ്കും കണ്ടിട്ടാണ് ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഇവിടുത്തെ പോലീസുകാർ കരുതുന്നതെങ്കിൽ, നേരത്തെ ഇവിടെ സന്ദീപ് ജി സൂചിപ്പിച്ചതുപോലെ ബംഗാളിന്റെയും ത്രിപുരയുടെയും നമുക്ക് അവസ്ഥ കേരളത്തിൽ ഉണ്ടാവാൻ അധികം വൈകാൻ പോകുന്നില്ല. എനിക്ക് ഓർമ്മയുണ്ട്, ത്രിപുരയില് ഒരു 25 വർഷം മുമ്പോ 22 വർഷം മുമ്പ് എനിക്ക് ഒരിക്കൽ യാത്ര ചെയ്യാൻ ഒരു അവസരമുണ്ടായി. അന്ന് എനിക്ക് ത്രിപുരയിൽ പോകാന്, എനിക്ക് ത്രിപുരയിൽ എത്തണമെന്നുണ്ടെങ്കിൽ എന്താണ് മാർഗമെന്ന് അന്വേഷിച്ച് എന്റെ കൂടെയുള്ള സഹപ്രവർത്തകരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ബസ്സിൽ മാത്രമേ നിങ്ങൾക്ക് യാത്ര ചെയ്ത് പോകാൻ സാധിക്കുകയുള്ളൂ. എവിടുന്നാണ് ബസ് പിടിക്കേണ്ടത്? അസാം എന്ന് പറയുന്ന ത്രിപുരയിൽ നിന്ന് വളരെ ദൂരെയുള്ള ഒരു സംസ്ഥാനത്ത് പോയി അവിടുത്തെ ഗുവാഹട്ടി എന്ന് പറയുന്ന നഗരത്തിൽ നിന്ന് 25 മണിക്കൂർ യാത്ര ചെയ്താൽ, അതും പോലീസിന്റെയും പട്ടാളത്തിന്റെയും അകമ്പടിയോടുകൂടി യാത്ര ചെയ്ത് വേണം ത്രിപുര എന്ന് പറയുന്ന സംസ്ഥാനത്ത് പോകാൻ. നമ്മൾ ഓർക്കണം, കാലങ്ങളായി അധികാരത്തിൽ വെച്ച, ഇടതുപക്ഷം അധികാരത്തിൽ വെച്ച ഒരു സംസ്ഥാനമാണ് ത്രിപുര. ആ ത്രിപുരയുടെ ഒരു 20 വർഷം മുമ്പുള്ള സാഹചര്യമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. 20 വർഷം മുമ്പുണ്ടായിരുന്ന ആ ത്രിപുര ഒരു 1.5-2 വർഷം മുമ്പ് എനിക്ക് വീണ്ടും ത്രിപുരയിൽ പോരാൻ അവസരം ലഭിച്ചു. 1.5-2 വർഷം മുമ്പ് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും, ഇന്ന് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്തിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ, ഓരോ നഗരങ്ങളിൽ പോകുമ്പോഴും അവിടെയുള്ള എയർപോർട്ടുകൾ കാണുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ, ത്രിപുരയിൽ കണ്ട് ഇത്ര മനോഹരമായ ഒരു എയർപോർട്ട് നിർമ്മിച്ചത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ വന്നതിന് ശേഷമാണ്. ത്രിപുരയിൽ 20 വർഷത്തിന് ശേഷം. ഇതാണ് ഈ 2 പ്രസ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. 25 മണിക്കൂർ എടുത്ത് ബസ്സിൽ യാത്ര ചെയ്യേണ്ട അവസ്ഥയിൽ നിന്ന് ഇന്ന് വെറും 1.5 മണിക്കൂർ കൊണ്ട് കൊൽക്കട്ടയിൽ നിന്ന് ത്രിപുരയിൽ എത്താൻ സാധിക്കും. ഡൽഹിയിൽ നിന്ന് 2.5 മണിക്കൂർ കൊണ്ട് ത്രിപുരയിൽ എത്താൻ സാധിക്കും. ഈ രീതിയിലുള്ള സാഹചര്യം മാറിയത് വളരെ പെട്ടെന്നാണ്.
എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, 2018 ത്രിപുരയില് ഇലക്ഷൻ നടക്കുന്നത്. 2018 ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വരുന്നത് ആദ്യമായിട്ട് ത്രിപുരയിൽ. അതിന് 5 വർഷം മുമ്പ് 2013 എന്ന് പറയുന്ന വർഷത്തിൽ ത്രിപുരയിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് കിട്ടിയത് വെറും 1.5% വോട്ടായിരുന്നു. 2013 ഭാരതീയ ജനതാ പാർട്ടിക്ക് ത്രിപുരയിൽ കിട്ടിയത് വെറും 1.5% വോട്ടായിരുന്നു. അതേ ഭാരതീയ ജനതാ പാർട്ടിയാണ് വെറും 5 വർഷം കൊണ്ട് 43% വോട്ട് പിടിച്ചുകൊണ്ട് 2018 ത്രിപുരയിൽ അധികാരത്തിൽ വന്നത്. ഇവിടുത്തെ ജനങ്ങൾ മറക്കരുത്, ഇത് ഓർക്കണം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷക്കാരും കോൺഗ്രസ്സുകാരും എല്ലാം ഓർക്കണം. വെറും 5 വർഷം കൊണ്ട് 1.5% നിന്ന് 43% വളർന്ന ത്രിപുരയിൽ അധികാരത്തിലെത്താൻ സാധിക്കുമെങ്കിൽ, ആ അധികാരം 5 വർഷം കഴിഞ്ഞ് വീണ്ടും 43% വോട്ട് നേടി നിലനിർത്താൻ സാധിക്കുമെങ്കിൽ, ത്രിപുരയിലെ ജനങ്ങൾക്ക് എയർപോർട്ട് മാത്രമല്ല, റെയിൽവേ സ്റ്റേഷൻ മാത്രമല്ല, സാധാരണക്കാരന് കയറി കിടക്കാൻ വീട് പോലും പണിഞ്ഞു കൊടുത്തത് ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. അതുകൊണ്ട് ഒരു കാലഹരണപ്പെട്ട ആശയത്തിൽ കടിച്ചു തൂങ്ങിക്കിടക്കുന്ന നമ്മുടെ കൊച്ചു കേരളത്തിന് വരാൻ പോകുന്ന നാളുകൾ ഇടതുപക്ഷം എന്ന് പറയുന്ന ആശയത്തിൽ നിന്ന് വിടുതൽ നേടിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന വികസിത കേരളം എന്ന് പറയുന്ന ഒരു ലക്ഷ്യം മുമ്പിൽ കണ്ടുകൊണ്ട് ഒരു വികസനത്തിന്റെ രാഷ്ട്രീയത്തിന് ഒപ്പം നിൽക്കേണ്ട ഒരു കാലഘട്ടമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് വരാൻ പോകുന്ന കാലഘട്ടം ഞങ്ങളെ എത്രയും തടയാൻ ശ്രമിച്ചാലും തടഞ്ഞോളൂ. ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന പ്രസ്ഥാനവും ദേശീയത എന്ന് പറയുന്ന ആശയത്തെയും തടുക്കാൻ വേണ്ടിയിട്ട് കാലങ്ങളായിട്ട് ഇവിടുത്തെ ഓരോരോ പ്രസ്ഥാനങ്ങളും ഓരോരോ സർക്കാരുകളും ഓരോരോ പാർട്ടികളും ശ്രമിച്ചിട്ടുണ്ട്. നമുക്കറിയാം, 1992 ഭാരതീയ ജനതാ പാർട്ടിയുടെ 1991 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ഇന്ന് ഭാരതത്തിൽ ആകെപ്പാടെ 2 സീറ്റ് മാത്രമാണ് ജയിക്കാൻ സാധിച്ചത്. നമുക്കെല്ലാം ഓർമ്മയുണ്ട്, വെറും 2 സീറ്റ്. അന്ന് ഭാരതീയ ജനതാ പാർട്ടിയെ തടയാൻ വേണ്ടിയിട്ട് നിരവധി ശ്രമങ്ങൾ നടന്നു. അന്ന് ബീഹാറിലേക്ക് രഥവുമായി പോയ ഞങ്ങളുടെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ച ഇടതുപക്ഷത്തിന്റെ ഇന്ത്യ മുന്നണിയുടെ കൂട്ടാളികളായിട്ടുള്ള RJD പോലുള്ള പാർട്ടികൾ ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഇടതുപക്ഷം ഞങ്ങളെ തടയാൻ ശ്രമിച്ചു, ഇവിടുത്തെ കോൺഗ്രസ് ഞങ്ങളെ തടയാൻ ശ്രമിച്ചു, RJDയും DMKയും ഒക്കെ തടയാൻ ശ്രമിച്ചു. നിരവധി ആളുകൾ ഞങ്ങളെ തടയാൻ ശ്രമിച്ചു. ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ട് തടയാൻ ശ്രമിച്ചു, ഇവിടുത്തെ PDP തടയാൻ ശ്രമിച്ചു, ഇവിടുത്തെ മുസ്ലിം ലീഗ് തടയാൻ ശ്രമിച്ചു. ഭാരതത്തിൽ എത്രയേറെ തടയാൻ ശ്രമിച്ചിട്ടും ഇന്നും അതേ ആർജവത്തോടുകൂടി ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് മുമ്പോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, ആ 2 സീറ്റിൽ നിന്ന് 3ാം തവണയും നരേന്ദ്രമോദിയുടെ കീഴിൽ അധികാരത്തിലെത്താൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ, അതിന്റെ പിന്നിൽ പ്രിയപ്പെട്ട അനുവും പ്രിയപ്പെട്ട സുജിത്തും പ്രിയപ്പെട്ട കിം പോലുള്ള വാടിക്കൽ രാമകൃഷ്ണൻ മുതൽ ഇങ്ങോട്ട് ജീവൻ ബലിദാനം ചെയ്തിട്ടുള്ള ആ നിരവധി ബലിദാനികളുടെ ത്യാഗം, ആ ജീവത്യാഗം, അതിന്റെ ശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന പ്രസ്ഥാനം ഇന്നും അതേ ആർജവത്തോടുകൂടി മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ഇടതുപക്ഷക്കാരോടും കോൺഗ്രസ്സുകാരോടും പറയാൻ ശ്രമിക്കുന്നത്, ആശയപരമായി ഞങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിച്ചുകൊള്ളൂ, ആശയപരമായി തോൽപ്പിക്കാൻ ശ്രമിച്ചുകൊള്ളൂ. കായികപരമായി തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല എന്ന് പല തവണയായി ഞങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു, പല തവണ ഞങ്ങൾ തെളിയിച്ചതാണ്. ഇനി നിങ്ങളുടെ പോരാട്ടം ഞങ്ങളോട് ആശയപരമായിട്ടാണ്. വരാൻ പോകുന്ന നാളുകളിൽ ആശയപരമായി ഞങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിച്ചുകൊള്ളൂ. കാരണം ഇന്ന് ലോകം മുഴുവൻ ഏറ്റവും അധികം ആശയ ദാരിദ്ര്യം നേരിടുന്ന ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷം. ആശയ ദാരിദ്ര്യം നേടുന്ന ഒരു പ്രസ്ഥാനമാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് എനിക്ക് അമേരിക്കയിൽ പോകാൻ ഒരു അവസരം ലഭിച്ചു. അന്ന് എന്നെ കാണാന് ഒരു ഡെമോക്രാറ്റ് പാർട്ടിയുടെ നേതാവ് എന്നെ കാണാൻ വന്നു. ഡെമോക്രാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വരെ അവിടുത്തെ ഒരു ഇടതുപക്ഷമാണ് ഈ ഡെമോക്രാറ്റ് എന്ന് പറയുന്ന പ്രസ്ഥാനം. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് എന്റെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലും ഒരു ഇടതുപക്ഷ പ്രസ്ഥാനമുണ്ട്, അതിന്റെ പേര് CPIM, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്നാണ്. അദ്ദേഹം പുച്ഛിച്ച് ചിരിക്കുകയാണ് എന്റെ മുമ്പിൽ ചെയ്തത്. അദ്ദേഹം പറഞ്ഞത്, പ്ലീസ് ഡോണ്ട് സ്പീക്ക് അബൌട്ട് കമ്മ്യൂണിസം ഇൻ അമേരിക്ക. അമേരിക്കയിൽ വന്നിട്ട് കമ്മ്യൂണിസ്റ്റ് എന്നോ മാർക്സിസ്റ്റ് എന്നോ എന്ന് മിണ്ടരുത്. നിങ്ങളെ ആളുകൾ പുച്ഛിക്കും, നിങ്ങളെ ആളുകൾ കളിയാക്കും. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെ
കാലഹരണപ്പെട്ട ആശയങ്ങൾ എന്നേ അമേരിക്കയുടെ യൂറോപ്പിന്റെ മണ്ണിൽ നിന്ന് ഞങ്ങൾ തുടച്ചു നീക്കിയെന്ന അഭിമാനത്തോടു കൂടിയാണ് ഒരു ഡെമോക്രാറ്റിന്റെ നേതാവായ വ്യക്തിയോട് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ കൊച്ചു കേരളത്തിൽ മാത്രമാണ് ഒതുങ്ങിക്കിടക്കുന്നത്. കനലൊരു തരി മതി എന്നും പറഞ്ഞുകൊണ്ട് സ്വയം ഊറ്റം കൊണ്ട് ഇവർക്ക് പറയാൻ മറ്റൊരു സ്ഥലവുമില്ല. കുറച്ച് ദിവസങ്ങൾക്ക് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തിന്റെ മേയർ അങ്ങ് ലണ്ടനിൽ പോയിട്ട് ഒരു ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടത് നമ്മളെല്ലാം കണ്ടു. തട്ടിപ്പിന്റെ ഏത് നിലവാരത്തിലേക്കും താഴാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരന് സാധിക്കുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമായിരുന്നു അത്. ഏതോ സ്വകാര്യ പരിപാടിയിൽ പോയി അങ്ങോട്ട് പൈസ കൊടുത്ത് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ട് നോക്കിയിൽ കണ്ടില്ലേ തിരുവനന്തപുരം മേയറിന് അവാർഡ് കിട്ടി എന്ന് ഞെളിഞ്ഞിരിക്കാൻ അത്രത്തോളം ഉളുപ്പുള്ള ഒരു പ്രസ്ഥാനമുണ്ടെങ്കിൽ അത് ഇടതുപക്ഷം മാത്രമായിരിക്കും. ഇതേ ഉളുപ്പില്ലായ്മ കുറച്ചു നാളുകൾക്ക് മുമ്പ് ചിന്താ ജെറോം എന്ന് പറയുന്നവരുടെ നേതാവ് ക്യൂബ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് പോയി. ഞാൻ എന്റെ വീഡിയോ കാണുകയായിരുന്നു യൂട്യൂബില്. ഈ ചിന്താ ജെറോം എന്ന് പറയുന്ന നേതാവ് ക്യൂബയിൽ പോയിട്ട് പറഞ്ഞു, കണ്ടില്ലേ കേരളം പോലെ മനോഹരമായ വികസനം നടന്നിട്ടുള്ള ക്യൂബ കണ്ടില്ലേ എന്ന് പറഞ്ഞ് വീഡിയോ ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിൽ ഇട്ടു. അത് കണ്ട് ഇടതുപക്ഷത്തിന്റെ കമ്മികൾ, ഇടതുപക്ഷത്തിലെ സഹാക്കൾ കൈകൊട്ടി ചിരിച്ചു. അതിന് താഴെ പോയി ലൈക്കും സബ്സ്ക്രൈബും കമന്റും ഒക്കെ കൊടുത്തു. കുറച്ച് ദിവസം കഴിഞ്ഞ് മലയാളിയായിട്ടുള്ള ഒരു ട്രാവൽ വ്ലോഗർ, അദ്ദേഹം യാത്ര ചെയ്ത് വീഡിയോ ഉണ്ടാക്കുന്ന, സത്യസന്ധമായി ട്രാവൽ ചെയ്ത വീഡിയോ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തി ക്യൂബയിൽ പോയിട്ട് ക്യൂബയുടെ യഥാർത്ഥ ചിത്രം സോഷ്യൽ മീഡിയ കൂടി പകർന്ന് നമുക്ക് നമ്മുടെ മുമ്പിൽ പങ്കുവച്ചു. അന്നേരമാണ് മനസ്സിലായത് ലോകത്തിലെ ഏറ്റവും അധികം ദാരിദ്ര്യം, ലോകത്തിലെ ഏറ്റവും അധികം കഷ്ടത, ലോകത്തിലെ ഏറ്റവും അധികം ബുദ്ധിമുട്ട്, ലോകത്തിലെ ഏറ്റവും അധികം തൊഴിലില്ലായ്മ നേരിടുന്ന ഒരു രാജ്യമാണ് ക്യൂബ. എന്നിട്ട് കേരളത്തിലെ വിഡ്ഢികളായിട്ടുള്ള ചില കമ്മ്യൂണിസ്റ്റുകാരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ചിന്താ ജെറോം എന്ന് പറഞ്ഞ തട്ടിപ്പുകാരിയായ മറ്റൊരു നേതാവ് വീഡിയോ ഇട്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ തട്ടിപ്പിന്റെ രാഷ്ട്രീയവുമായി, നമ്മളെ കബളിപ്പിക്കുന്നതിന്റെ രാഷ്ട്രീയവുമായി വീണ്ടും വീണ്ടും ഇവർ വരും. ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ വരും. അവരോടൊപ്പം കോൺഗ്രസിന് ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു മുന്നണി, ഒരു അവിയൽ മുന്നണി ഉണ്ടാക്കിക്കൊണ്ട് ഈ രണ്ട് കൂട്ടരും വരും. പ്രിയപ്പെട്ട കേരളത്തിലെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, കേരളത്തിലെ ആ തട്ടിപ്പിന്റെ രാഷ്ട്രീയം, കാലഹരണപ്പെട്ടു പോയ കമ്മ്യൂണിസം എന്ന ആശയം അത് കേരളം അറബിക്കടലിൽ എറിയേണ്ട കാലമെന്ന് അതിക്രമിച്ചു കഴിഞ്ഞു. വരാൻ പോകുന്ന നാളുകളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ കേരളം ഒരു വികസന കേരളമാകുമ്പോൾ ആ കാലഹരണപ്പെട്ട കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയം നമ്മൾ അറബിക്കടലിൽ ഒഴുക്കുമെന്ന് മാത്രമാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. ഇന്ന് നമ്മുടെ മൂന്ന് ബലിദാനികളുടെ മുമ്പിൽ നമ്മൾ ശിരസ് കുനിച്ചു നിൽക്കുമ്പോൾ അതിനുള്ള ശക്തി നമുക്ക് സർവേശ്വരനും നമ്മുടെ ബലിദാനികളും നമ്മൾക്ക് നൽകണം എന്ന് മാത്രമാണ് എന്റെ പ്രാർത്ഥന. കാരണം ഇന്ന് ഈ പ്രസ്ഥാനം ഇന്നൊരു ഇടതുപക്ഷക്കാരനും കോൺഗ്രസുകാരനും ഭയക്കുന്ന രീതിയിൽ ഒരു മഹാപ്രസ്ഥാനമായി കേരളത്തിൽ വളർന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ നമ്മുടെ ശക്തിയും നമ്മുടെ പ്രചോദനവും നമ്മുടെ ഊർജവും നമ്മുടെ മുമ്പേ പോയി ജീവത്യാഗം ചെയ്ത നമ്മുടെ ബലിദാനികൾ തന്നിട്ടുള്ള ഊർജവും ശക്തിയുമാണ്. അതുകൊണ്ട് ഈ അവസരത്തിൽ അവരുടെ മുമ്പിൽ ഒരിക്കൽ കൂടി ശിരസ് കുനിച്ചുകൊണ്ട് അവർ നടത്തിയിട്ടുള്ള ആ ജീവത്യാഗം, അവർ നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ ബലിദാനം, ആ ബലിദാനത്തിന് മുമ്പിൽ ഒരിക്കൽ കൂടി ശിരസ് നമിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം 29 വർഷം കഴിയുമ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ തളം കെട്ടിക്കിടക്കുന്ന ആ വേദന അത് മറക്കില്ല, മായില്ല എന്ന് മാത്രം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് അവരുടെ മുമ്പിൽ തലകുനിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.